ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. യമൻ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന മകളെ രക്ഷിക്കാനുള്ള ഒരമ്മയുടെ അവസാന ശ്രമമാണ്. കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ നിമിഷയുടെ മോചനം സാധ്യമാകൂ. കൊച്ചിയിൽ നിന്ന് മുംബൈയിലും അവിടെ നിന്ന് യമനിലെ ഈഡനിലും പ്രേമകുമാരി എത്തും. എൻ്റെ മോളെയും കൊണ്ട് വരുവുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പൊ പിടിയുന്ന പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. നിമിഷ ജയിലിലുള്ള സനയിലേക്കുള്ള യാത്രയ്ക്ക് ഇനിയും അനുമതി വേണം. യമനിലെ ബിസിനസ്സുകാരനായ തമിഴ്നാട് സ്വദേശി സാമുവൽ ജെറോമാണ് പ്രേമകുമാരിക്കൊപ്പമുള്ളത്. First we will land in Aden and then we will go to Sana. Then I put a plan, groundwork where we will meet the people who are going to support us. നിമിഷയെ തിരികെ കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഭർത്താവ് ടോമിയും മകൾ മിഷേലും. 2017 തലാൽ അബ്ദുൾ മഹിദി കൊല്ലപ്പെടുന്നത്. ഇരുവരും ചേർന്ന് തുടങ്ങിയ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. 2018 യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ശിക്ഷ നടപ്പാക്കുന്നത് യമൻ പ്രസിഡന്റിന്റെ പരിഗണനയിലിരിക്കെയാണ് സേവ് നിമിഷ ആക്ഷൻ കൗൺസിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അമ്മയെ യമനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതുവരെ എല്ലാം പോസിറ്റീവാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.